ഈ മണിച്ചിത്രത്താഴ് ഉണ്ടാക്കിയ പ്രശസ്തിയും അപ്രശസ്തിയും രണ്ടുമുണ്ട്. പക്ഷെ അതിന് മുമ്പൊരു കഥയുണ്ട്, അത് വിച്ചു പറയും. നമ്മളവിടെ നിന്ന് ഒരു കാറിലല്ലേ ഇങ്ങോട്ട് വരുന്നത്. കാർ വന്നപ്പോൾ വർത്തമാനമൊക്കെ ഓരോ രണ്ടുപേർക്കും ഓരോ പൊതിയും തന്നിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരികയാണ്, ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരിക. അപ്പോൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്നും മയങ്ങി. അപ്പോൾ ഈ പൊതി എടുത്ത് ഡ്രൈവർ ഇത് എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങ് തിരിച്ചു കൊടുത്തേരുന്നു. ഇത് പറയണ കേൾക്കുന്നത് എനിക്ക് കാണാം. ഇതിങ്ങനെ കാശ് പടം പറ്റില്ല. കഥ വന്ന് കേട്ടിട്ട് പോവുകയാണ്. കഥ വന്ന് കേട്ടപ്പോൾ അപ്സെറ്റായി. എന്നിട്ടങ്ങ് തിരിച്ചങ്ങ് നമ്മുടെ തിരിച്ചു കൊടുക്കാൻ തിരിച്ചു വാങ്ങി. എന്തേലും പറയണേ, വാ നമുക്ക് ഒന്നിച്ച് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം, കയ്യൊരു ഫയറ്റ് നോക്കാം. ഈ പക്ഷേ ഫയറ്റ് 30 days 30 ദിവസം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും പാട്ടുകൾ എഴുതിൻ്റെ കൂടെ ഇത്രയും കൂടുതൽ സമയം ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ മഹത്വം കാണാനുണ്ടായിരുന്നു. അത് എന്താ പറ്റില്ല എന്ന് തോന്നിയത്? ഈ കഥയ്ക്കനുസരിച്ചുള്ള പാട്ടുകൾ ചിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് തോന്നി. പറ്റില്ല എന്ന് തോന്നുന്നു വെച്ചാൽ എനിക്കൊന്നും അന്ന് തലയില്ല ഇത് കേട്ടപ്പോൾ. അതാണ് എൻ്റെ സത്യം. പഴയ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് തഞ്ചാവൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന നർത്തകിയുടെയും അവളുടെ പ്രേതം പാടുന്ന പാട്ടിൻ്റെയും ആ കാലഘട്ടത്തിൻ്റെയും സംഭവമാണേ. അപ്പം ഇത് ചെയ്യാനായിട്ട് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, വേറെ ആർക്കത് ചെയ്താൽ ശരിയാവില്ല. അത് 100% ഉറപ്പാണ്. കാര്യം അതിനകത്തൊരു സംഗീതം കിടപ്പുണ്ട്. ആ സംഗീതത്തിന് വേറെ എന്തോ ഒരു മൂഡാണ്. അപ്പോൾ പുള്ളി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് അങ്ങ് പെട്ടെന്ന് ഒന്ന് ഇതായി. അത് കഴിഞ്ഞിട്ട് പുള്ളി കുറേ അരച്ചു കഴിഞ്ഞിട്ട് ഇവർ പോയി അവിടെ 30 ദിവസം ഇരിക്കുന്നു. പിന്നീട് നടന്നതാണ് ചരിത്രം. സത്യം പറയണേ, ആ ഒറ്റ കുഞ്ഞ് ആഹിരി രാഗത്തിൽ ഇങ്ങനെ ചെയ്യില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്ത് തന്നെ ഒരു ഭൂതം കയറിയത്. ഭാസം പറഞ്ഞാൽ ഭാസിൽ കിടക്കേണ്ടത്, ഭാസിൽ കിടന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ആശുപത്രി അവൻ അതിന് മുകളിൽ മൂക്കും കുത്തി താഴെ വീണപ്പോൾ എല്ലാം പോയി, ഒരു കണ്ണു ഞാനായി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കോട്ടയ്ക്കൽ പോയി പട്ടിണി. അപ്പോൾ കഥയൊക്കെ കേട്ടിട്ട് പോയെങ്കിലും ഒരു പാട്ടുണ്ടാക്കി. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു മൂടെന്ന് പറഞ്ഞാൽ തെക്കിനിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ട്. ഇതാണ് സംഭവം. ആദ്യം കേട്ട പാട്ട് ഏതായിരുന്നു? ഇത് പാട്ടിഴയും ശ്രുതിയിൽ. ആ ശ്രുതിയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഇല്ലാതെ പോയി. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്, അപ്പം ഞാൻ ചേഞ്ച് ചെയ്തു. ഇത് തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന പാട്ടല്ല. ഇങ്ങനെ സിറ്റുവേഷൻ ഇല്ലായിരുന്നു. മോഹൻലാലിനെ കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കാത്തൊരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇത് ദാസേട്ടൻ പാടണം, ഇത് മോഹൻലാൽ പാടണം. പെട്ടെന്ന് അങ്ങോട്ട് ആ പാട്ട് കേൾക്കുമ്പം പാട്ടെന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. എടാ ഫാസിൽ നീ ഈ വഴി അല്ല, അതിനെക്കാട്ടി വലിയ തമാശ ഉണ്ട്. ഫാസിൽ ഇറങ്ങി വന്നപ്പോൾ ശ്രീകുട്ടൻ കയറി വരിക. ചേട്ടനാ ചെയ്യുന്നല്ലേ? അതെ. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചു. നീ പാടാതിരിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞു. പാടിയത് തെക്കിനിയിൽ നിന്ന് കേൾക്കുന്ന ഗാനം പേഷ്യൻറ്റിൻ്റെ ഫേസിലുണ്ടാക്കുന്ന ഇതറിയാൻ വേണ്ടി പാടുന്നു. അത് റിസ്ക് എടുത്തിട്ട് പൂട്ടും പൂട്ടിയിട്ട് ഹീറോ പാട്ട് പാടുന്ന പോലെ അങ്ങ് ചെയ്തു. അപ്പോൾ അതിനിടയ്ക്കെല്ലാം ഈ പെണ്ണെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവാർഡ് വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യം, മ്യൂസിക് ഡയറക്ടറെ അടിച്ചതാണ്. പക്ഷെ ഡയറക്ടർക്ക് ചെയ്തിട്ട് കൊണ്ടുപോലായിപ്പോയി. രാധാകൃഷ്ണന് ബെസ്റ്റ് മ്യൂസിക് അവാർഡ് കിട്ടിയില്ല മണിച്ചിത്രത്താഴിന്. കാര്യം മണിച്ചിത്രത്താഴപ്പം ഇറങ്ങി കഴിഞ്ഞതേ ഉള്ളൂ. ആ പാട്ടുകളെ കാലം തെളിയിക്കാൻ പോവാണ്. ഒരു മുറ ബന്ധു പാത്തായൊക്കെ കാലം തെളിയിക്കാൻ പോകണമെന്ന് അവാർഡ് കമ്മിറ്റിക്ക് അറിഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞ കംപ്ലൈൻ്റ് ഇല്ലേ, അതിൽ പിന്നെ 2 പാട്ടുകൾക്ക് ഒരേ ഈണമാണ്. ഈ പാട്ട് ഇത് എന്തായത് ഒരു ശോഭന കിടന്ന് പ്രാന്തിയായിട്ട് ഡാൻസ് ആടുന്നു. ഇത്രമാത്രമാണ് നമ്മുടെ സങ്കല്പേ. അപ്പോൾ ഇതിനകത്ത് വരുമ്പം പെട്ടെന്ന് സ്ക്രീൻ പ്ലേ വരികയാണ്. സ്ക്രീൻ പ്ലേ വന്നിട്ട് ആ സ്ക്രീൻ പ്ലേയിലൂടെ പടത്തിനെ എൻഹാൻസ് ചെയ്യണം. ആ സോങ് പടത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അഫ്കോഴ്സ് ആ സോങ് പിക്ചറൈസ് ചെയ്യണമെങ്കിൽ ആ സോങ്ങിൽ എന്തെങ്കിലും കാണണം. ധാരാളം ആ ഒന്നാമത്തെ കാര്യം ആ സോങ്ങിൻ്റെ ട്യൂണല്ല എന്നെ പാടി കേൾപ്പിച്ചത്. അല്ലല്ല, സാധാരണ ഇങ്ങനെയൊക്കെയാണല്ലോ പാടുന്നത്. ഇതെനിക്ക് മനസ്സിലാകാത്ത വേണ്ടി സ്വരങ്ങൾ വെച്ച് മാത്രം. എങ്ങനെയാണ് ഇത് പിന്നെ ഫാസിൽ ഉദ്ദേശം എന്താ വെച്ചാൽ, നീ എന്നെ വന്ന് കണ്ടോ? നീ ഇല്ല. അപ്പോൾ വന്നു കഴിയുമ്പോഴാണ്, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമതൊരു എക്സ്പ്രഷൻ ഉണ്ട്, നീ എന്തെങ്കിലും ഒന്ന് വന്നുകൂടെ നിനക്ക് എന്നോട്. അതൊരു പാട്ടിലുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാൻ ആരെയും കുറ്റം പറയല്ല, നമുക്ക് ട്യൂൺ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ട്യൂണിനകത്തുണ്ടാകുന്ന എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു മുറൈ വന്ന് പാർത്തായ, നീ വന്നോടാ എൻ്റെ കല്ലേ, ഒരു മുറൈ വന്ന് പാർത്തായ എന്ന് ചോദിക്കുമ്പോൾ എന്ത് വ്യത്യാസം അതല്ലേ? അല്ലേ? പിന്നെ ആ
അത് പിന്നെ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഫാസിലിൻ്റെ അത് ആ. എല്ലാ പടത്തിലുമുള്ള പാട്ടുകൾ ഏറ്റവും നല്ല പാട്ടുകൾ എന്ന് പറഞ്ഞ് 10 പാട്ട് വെക്കുകയാണെങ്കിൽ അതിൽ 3-4 പാട്ട് പിന്നെ പച്ചക്കടയായിരിക്കും അല്ലേ? സംശയമില്ല തീരെ. രാധാകൃഷ്ണൻ ചേട്ടൻ വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഒരു പാട്ട് നമ്മൾ കേട്ടിട്ട് ചിലപ്പോൾ ചില പാട്ടുകൾ നമ്മൾ തള്ളും, ചില പാട്ടുകൾ നമ്മൾ കൊള്ളും. ഞാനൊരു ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന് പറയുകയാണ്. പക്ഷെ ഒരിക്കലും ഇത് പാട്ട് കേട്ടിട്ട് നമ്മൾ കൊള്ളൂല എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ഈ പാട്ടിൻ്റെ പുറകിലെടുക്കുന്ന ഒരു പെയിൻ എന്താണെന്ന് ആളുകളും മനസ്സിലാക്കുന്നില്ല അല്ലേ? ഭയങ്കരമായിട്ട് ഭയങ്കര പെയിൻ. 30 ദിവസം പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റാണ്. ഇനിയും അങ്ങനെയുള്ള സിനിമകളും അങ്ങനെയുള്ള പാട്ടുകളും ഈ ഗ്രൂപ്പിൻ്റെ തന്നെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെയൊക്കെ പ്രാർത്ഥന.